സോ നമുക്ക് ആരംഭിക്കലാമ. ആരംഭിക്കലാംഗ്ലേ. യെസ്, ഒരു കൂടുതൽ തമിഴ് സിനിമകൾ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് തമിഴ് പറയാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. പക്ഷെ പൊട്ടത്തമിഴായിരിക്കും ആൻസർ ചെയ്തോളാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ സന്തുഷ്ടരാണ്. ആ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സിനിമ TV-യിൽ കാണുമ്പോൾ നമ്മൾ ഇരുന്നൊന്ന് കാണും. അതിൽ അത്രയും നല്ല ഹ്യൂമർ സീൻസും നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ എല്ലാം അടിപൊളിയായിരുന്നു. സോ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയൂ. ആ സിനിമയിലേക്കുള്ളൊരു എൻട്രി അല്ലെങ്കിൽ ഒരു വിശേഷം എങ്ങനെയൊക്കെയായിരുന്നു അത്? ഞാൻ അതിനു മുമ്പ് പത്രം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതിനു മുമ്പ് ചെറിയ പ്രായത്തിൽ ചെയ്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പത്രം എന്നാണ് മെയിൻ ഒരു കമേഴ്ഷ്യൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ടാണ് സേനൻ സാറ് വിളിക്കുന്നത്. രാജസേനൻ സാറ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, ഞാൻ ജയറാമിൻ്റെ കൂടെ മൂവി ചെയ്യാണ്, അതിലെ നായികയാവാൻ തയ്യാറാണോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പം വന്നിട്ട് വീട്ടിൽ വന്നു. സേനൻ സാറിൻ്റെയും നാട് ട്രിവാൻഡ്രം ആയതുകൊണ്ട് അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു. വീട്ടിൽ വന്ന് കഥയൊക്കെ പറഞ്ഞു നമുക്ക് അപ്പൊ കഥ കേട്ടപ്പോഴത്തേക്ക് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. കാരണം ആ ക്യാരക്ടറും അത് സീനും ഒക്കെ അങ്ങനെയായിരുന്നു. ആ സമയത്ത് എത്ര പഠിക്കുമായിരുന്നു? എത്ര വയസ്സ്? ഞാൻ 11ാം ക്ലാസ് പഠിക്കുമായിരുന്നു. ഓ, അത്രേ ഉള്ളായിരുന്നു. അത്രേ ഉള്ളൂ 11ാം ക്ലാസ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഥ വന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു ഏകദേശം 35-40 ദിവസം വേണമല്ലോ. അപ്പൊ പറഞ്ഞു സമ്മർ ബ്രേക്കിൽ ചെയ്യാം. അപ്പം ലാസ്റ്റ് പരീക്ഷ എഴുതി, മാത്സിന്റെ പരീക്ഷ എങ്ങാണ്ടുമായിരുന്നു. ആ പരീക്ഷ എഴുതിയിട്ട് അന്ന് ഉച്ചയ്ക്കാണ് പോയി സെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അന്നാണ് ഫസ്റ്റ് ജോയിൻ പരീക്ഷ എഴുതിയിട്ട്. ഞാൻ പറയട്ടെ, ഇന്നാണ് ഈ ഒരു പ്രായത്തിലാണ് അതേപോലത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിലെ ഒരു ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കോ ഇല്ലയോ ആലോചിക്കേണ്ടിയിരുന്നു. അതെന്താ അങ്ങനെ? ആ ക്യാരക്ടറിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? ആ ക്യാരക്ടറോടല്ല വിയോജിപ്പ്, ആ സിനിമയുടെ മൊത്തത്തിലെ ഒരു നറേഷനോട് കുറച്ച് വിയോജിപ്പുണ്ട്. എന്നുവെച്ചാൽ ലൈക്ക് പെൺകുട്ടികളെ എന്നുവെച്ചാൽ സ്ത്രീകളെ, അതെ, പൊതുവേ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലുള്ള മൂവീസ് നോക്കുവാണെങ്കിൽ പല മൂവീസിലും നമ്മൾ കാണുന്നത് കുറച്ച് മോഡേൺ ടിഞ്ചുള്ള ഒരു പെണ്ണാണെങ്കിൽ അവൾ ഓട്ടോമാറ്റിക്കലി അഹങ്കാരിയാണ്. കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവളെ മലയാളിഫൈ ചെയ്തെടുക്കണം എന്നൊക്കെയുള്ള ഒരു ധ്വനിയുള്ള കുറെ മൂവീസ് ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലെൻസ് വെച്ച് അന്നത്തെ മൂവീസിനെ വിലയിരുത്തുന്നത് തെറ്റായ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിൽ എന്ത് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് പറയാം. ഇപ്പൊ ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ള ക്യാരക്ടറാണ്, അവൾക്ക് അവളുടെ ഫ്ലോസ് ഉണ്ട്. പക്ഷെ അതിൽ തെറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവളെ തിരുത്താനായിട്ട് അതിലെ കഥാനായകൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളും മാർഗം ആൻഡ് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന, അവൻ ചെയ്യുന്നത് ശരിയാണ്, ഒരു പബ്ലിക് വേദിയിൽ വെച്ച് സ്വന്തം ഭാര്യയെ അപമാനിക്കുന്നത് ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് പറയുന്ന ആ മെസ്സേജാണ് തെറ്റ്. അല്ലാതെ ഹീറോ തെറ്റുകാരനും ഹീറോയിൻ തെറ്റുകാരി അല്ല എന്നുമല്ല. അതിലെ മെസ്സേജ്, അതിൻ്റെ എടുക്കുന്ന മെത്തേഡാണ് ശരിയല്ലാത്ത. ഇതിപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു ഈക്വൽസ് ആയിട്ട് ഇരുന്ന് സംസാരിച്ച് എൻ്റെ എക്സ്പെക്ടേഷൻസ് ഇതാണ്, എൻ്റെ എക്സ്പെക്ടേഷൻസ്, മാരേജ് ഇന്ന് ഇതാണ് എക്സ്പെക്ടേഷൻസ്, ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ആ കഥ അങ്ങനെ പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ ഞാൻ ഇവളെ എങ്ങനെയെങ്കിലും തിരുത്തിയെടുക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നു, ഇവളെ വാശി വിടാതെ ഇവളും എന്തൊക്കെയോ ചെയ്യുന്നു. അവൾ ഇത്രയും പോഷായിട്ട് വളർന്നൊരു ഇതിൽ നിന്ന് വളരെ മിഡിൽ ക്ലാസ് ആയിട്ട് വരുന്ന ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ അവളുടെ ഒരു സ്ട്രഗിൾസ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല, അവളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആരും നോക്കുന്നുമില്ല. അത് നോക്കിയിരുന്നെങ്കിൽ ഇത് വളരെയധികം സൗമ്യമായിട്ട് ഇതിനെ ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ചിരിച്ചൊരു സിനിമ ആയതുകൊണ്ട് ആ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ അതിൽ മിക്സ് ചെയ്യാനായിരിക്കാം അങ്ങനെ ഒരു കഥ ചൂസ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ അത് നോർമലായിരുന്നു. ഇപ്പോ ചിലപ്പം അങ്ങനെ ഒരു സിനിമ വന്നാൽ അഭിരാമി പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ചർച്ചാ വിഷയത്തിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോ കാലത്തിനനുസരിച്ച് നമ്മുടെ സിനിമകൾ മാറിക്കൊണ്ടിരിക്കുന്നതിൽ ആസ് ആൻ ആക്ടേഴ്സ് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ വന്ന് ആലോചിച്ചിട്ട് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷെ ആ സിനിമയിൽ ദൊഡ്ഡിലി എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഏത് സമയത്ത് വന്നാലും എനിക്ക് തോന്നുന്നു അക്സെപ്റ്റബിൾ ആണ് അല്ലേ? ദൊഡ്ഡിലി ആ ഒരു എക്സ്പീരിയൻസ്, അതായത് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടോ? പക്ഷെ ഞാൻ കുക്ക് ചെയ്തതിൽ എനിക്ക് അബദ്ധം പറ്റിയത് ഒരിക്കൽ ഞാൻ അമേരിക്ക പോയതിന് ശേഷം, പഠിക്കാൻ പോയതിന് ശേഷമാണ് സ്വന്തമായിട്ട് കുക്കിംഗ് അധികം തുടങ്ങിയത്. US പോയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞാൻ കയറി കിച്ചണിലോട്ട്. ആ സിനിമയിലെ പോലെ. അതെ. പക്ഷെ ഞാൻ ഇതൊക്കെ അരിഞ്ഞതൊക്കെ നല്ല പാകത്തിനായിട്ട് അരിഞ്ഞ്. ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ തോരപ്പരിപ്പ് വേവിക്കുമ്പോഴത്തേക്ക് ഉപ്പിടാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ സാധനം വേവത്തില്ല. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് നല്ല കാര്യമായിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. അവിടെ പ്രഷർ കുക്കറൊന്നുമില്ല, അടുപ്പത്തിരുന്ന് വേവിക്കുക. 2 മണിക്കൂർ ഈ സാധനം തിളച്ചിട്ടും വേവുന്നില്ലെന്നേ.
അങ്ങനെ വേവാത്ത പരിപ്പിൽ സാമ്പാർ പൊടി ഇട്ടിട്ട് അങ്ങ് കഴിക്കേണ്ടി വന്നു. ആ ഗതികേടായിപ്പോയി. എന്നിട്ട് അമ്മയെ വിളിച്ചു, അമ്മ ഇതിന് ഈ പരിപ്പ് വേകാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതുപോലും അറിയത്തില്ലേ നിനക്ക്, ഇതുപോലും അറിയാത്ത മണ്ടത്തി കുട്ടിയാണല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് നമുക്ക് പറയാം ഒരു അമേരിക്കൻ സ്റ്റൈൽ വേവാത്ത പരിപ്പും സാമ്പാറും പുതിയ കറി. ആ സിനിമയിൽ പാട്ടുകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. കുറെ നല്ല പാട്ടുകളുണ്ട്. അഭിനയിക്കുന്ന ആൾക്കാരും ഒരുവിധം എല്ലാവരും നന്നായിട്ട് പാടും. അഭിരാമി എന്നൊരു പാട്ടുകാരി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാടുമോ അതെയോ തീരെ പാടില്ലാത്ത കുട്ടിയാണോ? പാട്ട് പഠിച്ചിട്ടുണ്ട് കൊച്ചിലെ. അത് മതി അല്ലേ? കൊച്ചിലെ പഠിച്ച പാട്ട് മതി നമുക്ക്. മതി. അപ്പൊ നമുക്ക് ഒരു 4 വരി പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പാട്ട്, ആ സിനിമയിലെ വേണമെന്നില്ല, ഏതെങ്കിലും ഓർമ്മയുള്ള ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ റെഡിയാണോ? വേണമെങ്കിൽ ഒരു കൈ നോക്കാം. ഒരു കൈ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അഭിരാമിയുടെ ഒരു നല്ലൊരു പാട്ട് കേൾക്കാം. യെസ്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാ